ഹരി ഓം. 2 ദിവസമായിട്ട് ഇട്ടിട്ടില്ല. കുറേ നമ്മുടെ ക്ഷേത്രത്തിൽ ഇവിടെ ഉത്സവവും തെയ്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ നാളത്തെ ഡേ വന്നിട്ട് ദ ടവറാണ്. അതുപോലെ മെസ്സേജ് വന്നിട്ട് ക്വീൻ ഓഫ് സോഴ്സാണ്. ദ ടവറിൽ എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ് കൊണ്ട് എടുത്ത് നോക്കി. ഏതൊക്കെ തരത്തിലാണ് അത് വന്നിരിക്കുന്നത്, മാനസികമായിട്ടാണ്, എന്തൊക്കെയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും, മാനസികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പലതരത്തിലുള്ള മനസ്സിലോട്ട് കുറേ സാധനങ്ങൾ കയറി വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗാംബ്ലിങ്, അതുപോലെ വിഷയങ്ങൾ, അതുപോലെ ഏതെങ്കിലും നിധിയുടെ പുറകെ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുടെ പുറകെ പോവുക, ചൂതാട്ടം പോലുള്ള സാധനങ്ങളിലോട്ട് പോവുക. ഓക്കെ, അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം സൂക്ഷിക്കുക. ഈ മാസം കുറച്ച് കഠിനമുള്ളതായിരിക്കും. ദിവസം മാത്രമല്ല, മാസം തന്നെ കഠിനമുള്ളതായിരിക്കും എന്നുള്ളതാണ്. കാരണം അതൊരു വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ യൂണിവേഴ്സൽ മെസ്സേജ് വന്നിട്ട് ക്വീൻ ഓഫ് സോഴ്സാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ദിവസത്തെയാണ്. പക്ഷേ അത് ഇങ്ങനെയൊക്കെ 3 കാർഡും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു മാസത്തോളം അതിൻ്റെ ബലം കാണാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലോട്ട് പോകാതിരിക്കുക. സ്ത്രീ വിഷയങ്ങളാണെങ്കിലും നിധി പോലുള്ള സാധനങ്ങളുടെ പുറകെ പോലാണെങ്കിലും, പൈസ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ചൂതാട്ടം പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ സാഹസികമായിട്ടുള്ള പരിപാടികളും കുറച്ച് കുറക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വല്ലാതെ വിഷമത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നാളത്തെ ദിവസത്തിൻ്റെ മെസ്സേജ് ക്വീൻ ഓഫ് സോഴ്സാണ്. ബുദ്ധി എപ്പോഴും സോഡ് വന്നു ഞാൻ പറയാറുണ്ട്, ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് വളരെ ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ റിയാക്ട് ചെയ്യാതെ വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെയധികം നോക്കേണ്ടത്. ഓക്കെ, മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല നെഗറ്റീവായിട്ട് എന്ന് പറയാനല്ല, പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലെല്ലാം ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഡിസംബർ മാസം നല്ലതായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.